ഒരുപാട് സന്തോഷമുണ്ട് ഇത്തരം ഒരു ഉച്ചകോടിയിൽ. ഞാൻ സത്യത്തിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് പങ്കെടുക്കുന്നത്. നമ്മൾ ഒരു 3 വർഷം മുന്നേ ഒരു ആക്സെന്റ് കേരള ഇതേപോലെ ഒരു ഗ്ലോബൽ സമ്മിറ്റിനകത്ത് നമ്മൾ പങ്കെടുത്തിരുന്നു. ഞങ്ങളൊരു പുതിയ പ്രൊജക്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു. അത് ഭയങ്കര സക്സസ്ഫുള്ളായിട്ട് ഇവിടുത്തെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വരുന്നതിന് മുന്നേ ഒരുപാട് നെഗറ്റീവ് കമൻസുകൾ ഉണ്ടായിരുന്നു നമ്മുടെ മനസ്സിലും. ശരിക്കും സോഷ്യൽ ആയിട്ടുള്ള ജനങ്ങളുടെ ഒക്കെ പറയുന്ന എനിക്ക് വെറുതെ വേറെ GCC ഇവിടെ നിന്ന് വരുമ്പോൾ പ്രത്യേകിച്ചും ഇവിടുത്തെ ചുവപ്പ് നാടകളെക്കുറിച്ചും അല്ലെങ്കിൽ ഇവിടുത്തെ കൊടി പിടിക്കുന്നതിനെ കുറിച്ചൊക്കെ ഒരുപാട് ആശങ്കകളുണ്ടായിരുന്നു. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, KSIDCയുടെ സൈഡിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ ബാക്കിയുള്ള മിനിസ്ട്രിയുടെ സൈഡിൽ നിന്നായിട്ട് ഒരുപാട് സപ്പോർട്ടുണ്ടായി. ചില വിലങ്ങുതടികൾ നമ്മുടെ ആ ഒരു ഏരിയ ബേസ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ മിനിസ്റ്റർ ഇടപെട്ടിട്ട് ഇപ്പോൾ രാജീവ് സാറിനെ ഡയറക്റ്റ് ഇടപെട്ടുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത്തരം സാഹചര്യത്തിൽ നമ്മൾ കേട്ടതിൽ നിന്ന് വിപരീതമായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രസ്ഥാനം തുടങ്ങാനും, ഇപ്പം എനിക്ക് ഇതേ പരിപാടി ഞങ്ങൾ ഹൈദരാബാദിൽ എനിക്ക് വേറെ ഫാക്ടറി ഉണ്ട് ആക്ച്വലി. പക്ഷേ അവിടത്തേക്കാളും ഫാസ്റ്റായിട്ട് ഞങ്ങൾക്ക് കാര്യങ്ങൾ ഈസി ആയിട്ട് ഇവിടെ ചെയ്യാനൊക്കെ ഉള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ആദ്യം വരുമ്പോൾ ഉണ്ടായിരുന്ന ഒരുപാട് ആശങ്കകളുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ളൊരു ഒരു മെഷീനറി അതിൻ്റെ ബാക്കിലുണ്ട് എന്നുള്ളത് ഭയങ്കര സന്തോഷമാണ്. സ്വന്തം നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സ്വന്തം സംരംഭം ഇവിടെ വേര് പിടിപ്പിക്കുക എന്നുള്ളൊരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന വിശ്വാസമുണ്ട്. അതെ, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഞാൻ സൗദി അറേബ്യയിലും ഇതേപോലെ മാനുഫാക്ചറിങ് 2-3 സംഗതികളുള്ള ഒരാളാണ്. എനിക്ക് അവിടെ പ്രൊഡക്ഷൻ ഉണ്ട്. മാത്രമല്ല ഞാൻ സൗദി അറേബ്യയിലേക്ക് ഇൻവെസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്ത് ഇരിക്കുന്നതാണ് എൻ്റെ ബിസിനസ് എന്ന് പറയുന്നത്. പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്വന്തം നാട്ടിൽ എന്തെങ്കിലും ഒരു വ്യവസായം തുടങ്ങുക. അപ്പം അത് തുടങ്ങാൻ നേരത്തെ ഒരുപാട് ആശങ്കകളുണ്ടായിരുന്നു. പക്ഷെ അൽഹംദുലില്ലാ ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരുപാട് സപ്പോർട്ടീവ് സംഗതികൾ നമ്മൾക്ക് ഇവിടുന്ന് ഗവൺമെൻറ് സൈഡിൽ നിന്നാണെങ്കിലും ബാക്കിയുള്ള അതോറിറ്റികളുടെ സൈഡിൽ നിന്ന് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഒരു എനർജി തരുന്നുണ്ട്. ഇപ്പം ഒരു പുതിയ പ്രസ്ഥാനം ഇന്ത്യയിൽ കേരളത്തിൽ തുടങ്ങുമ്പോൾ പണ്ടൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായിട്ട് മാറി എന്നുള്ളത് ഞാൻ സ്വയം സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്